ഏതിൻ്റെ പേരിൽ? അതെ, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ ഏഷ്യാനെറ്റിൽ രാത്രി 12 മണിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പെട്ടെന്ന് നടന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് നിങ്ങൾ എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. യെസ്, അത് അത്ര പെട്ടെന്ന് നടന്നല്ലോ ഞാനൊന്നും പറഞ്ഞില്ല. അത്ര പെട്ടെന്ന് മലപ്പുറത്ത് വരെ പരിപാടി നടന്നതിന് നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ, പ്രതിഷേധം നടക്കും മുമ്പേ മലപ്പുറത്ത് പ്രതിഷേധം നടപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് പറഞ്ഞത്, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എങ്ങനെ അതിലെങ്ങനെ ഒരു ഗൂഢാലോചന? അല്ല, നിങ്ങളെ ക്ലിപ്പിംഗ് എടുത്ത് ഇന്നലെ രാത്രി മെഞ്ഞാന്ന് രാത്രി അവസരം വിനിയോഗിക്കാൻ ഉപയോഗിച്ചു. പ്രദേശവാസികൾ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ ഫെൻസിംഗ് അവിടെ കണ്ടില്ല, പിന്നീട് എന്ന് ആക്ഷേപമുണ്ട് എന്നാണ് എന്ന് നിങ്ങൾ ഏതോ ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ചാനലിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. നിങ്ങളേതോ ഒരു ചാനലിൽ പ്രദേശവാസികൾ ഇത് നേരത്തെ അവിടെ ഫെൻസിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കൊടുത്തല്ലോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ലേ. അതിനെങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.